ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ എല്ലായിടത്തും ഒരേ ചർച്ചയാണ്: ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക. പലരും ചോദിക്കുന്ന വലിയ ചോദ്യമിതാണ്: ഇത് മഹായുദ്ധമായി മാറുമോ? അതിലും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത്, ഖമേനെയി മരിച്ചുവെന്ന വാർത്ത. ഇനി ഇറാൻ എന്തു ചെയ്യും? ഇറാൻക്ക് അമേരിക്കയെയും ഇസ്രയേലിനെയും തോൽപ്പിക്കാൻ പറ്റുമോ? ഈ പ്രശ്നം മലയാളികളെ എങ്ങനെ ബാധിക്കും എന്നൊക്കെയാണ്. ആദ്യമൊരു പ്രധാന കാര്യം: ലഭ്യമായ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തൊള്ള അലി ഖമേനെയി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ സംഭവം ഇറാനിൽ വലിയ രാഷ്ട്രീയവും സുരക്ഷാ ആശങ്കയും സൃഷ്ടിച്ചിരിക്കുകയാണ്. ഖമേനെയി ഇറാനിലെ ഏറ്റവും ശക്തമായ നേതാവായതിനാൽ അദ്ദേഹത്തിന്റെ മരണം പ്രദേശത്തെ സംഘർഷം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ടെന്ന് പല വിശകലനങ്ങളും പറയുന്നു. ഇപ്പോൾ സംഘർഷത്തിന്റെ നിലയിലേക്ക് വരാം. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിലെ ചില സൈനികവും മിസൈൽ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് സ്ഥിതി പെട്ടെന്ന് കടുത്തത്. അതിനു മറുപടിയായി ഇറാൻ മിസൈലും ഡ്രോണും ഉപയോഗിച്ച് പ്രതികാര നടപടികൾ ആരംഭിച്ചു. ഇതോടെ മിഡിൽ ഈസ്റ്റിൽ സംഘർഷാവസ്ഥ ഉയർന്നിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ ഇത് പൂർണ്ണമായ മഹായുദ്ധ നിലയിലേക്ക് എത്തിയിട്ടില്ല. ആക്രമണവും തിരിച്ചാക്രമണവും നടക്കുന്നുണ്ടെങ്കിലും വലിയ ശക്തികൾ മുഴുവൻ സൈനിക ശക്തിയോടെ നേരിട്ടിറങ്ങിയ സാഹചര്യമില്ല. ഇത് മഹായുദ്ധമാകുമോ എന്നതാണ് ഇപ്പോൾ ലോകം നോക്കുന്ന പ്രധാന ചോദ്യം. യാഥാർത്ഥ്യമായി പറഞ്ഞാൽ ഉടൻ തന്നെ ലോകമഹായുദ്ധമായി മാറാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ്. പക്ഷേ അപകടസാധ്യത പൂർണ്ണമായും ഇല്ലെന്ന് പറയാനും കഴിയില്ല. ചില പ്രത്യേക കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ സ്ഥിതി വേഗത്തിൽ വഷളാകൂ. ഉദാഹരണത്തിന്, അമേരിക്ക ഇറാനെതിരെ വലിയ തോതിൽ നേരിട്ടുള്ള യുദ്ധം തുടങ്ങുക, ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക, അല്ലെങ്കിൽ റഷ്യയോ ചൈനയോ നേരിട്ട് സൈനികമായി ഇറാനെ പിന്തുണയ്ക്കുക. ഇവയിൽ ഏതെങ്കിലും സംഭവിച്ചാൽ സ്ഥിതി വളരെ അപകടകരമായ ഘട്ടത്തിലേക്ക് പോകാം. ഇപ്പോഴത്തെ വിവരങ്ങൾ പ്രകാരം ഇവയൊന്നും നടന്നിട്ടില്ല. ഖമേനെയിയുടെ മരണത്തിനു പിന്നാലെ ഇറാൻ എന്തു ചെയ്യും എന്നതാണ് അടുത്ത വലിയ ചോദ്യം. ഇറാന്റെ രാഷ്ട്രീയ സൈനിക സംവിധാനം വളരെ ഘടനാപരമാണ്. ഒരാൾ മാറിയാലും രാജ്യം തകരുന്ന രീതിയിലുള്ള സംവിധാനമല്ല അവിടെ. സാധാരണയായി അത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ ശക്തമായ പ്രതികാര പ്രഖ്യാപനവും മിസൈൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കലും പ്രോക്സി ഗ്രൂപ്പുകളെ കൂടുതൽ സജീവമാക്കലും ചെയ്യാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ നേതൃക്രമീകരണവും വളരെ വേഗത്തിൽ നടപ്പിലാക്കും. അതിനാൽ ഖമേനെയിയുടെ മരണത്തിന് പിന്നാലെ സംഘർഷം കുറയുന്നതിനു പകരം ചില സമയത്ത് കൂടുതൽ കടുപ്പം കാണാൻ സാധ്യതയുണ്ട്. ഇറാന്റെ സൈനിക ശക്തിയെക്കുറിച്ചും പലർക്കും സംശയമുണ്ട്. യാഥാർത്ഥ്യമായി നോക്കിയാൽ ഇറാന് വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരമുണ്ട്. ഡ്രോൺ സാങ്കേതികവിദ്യയിൽ അവർ ശക്തരാണ്. കൂടാതെ മിഡിൽ ഈസ്റ്റിൽ വിവിധ പ്രോക്സി ഗ്രൂപ്പുകളിലൂടെ സ്വാധീനവും അവർക്കുണ്ട്. ഭൂപ്രദേശപരമായ നിലയും ചിലപ്പോൾ ഇറാനെ സഹായിക്കുന്നതാണ്. എന്നാൽ അതേസമയം വലിയ ദൗർബല്യങ്ങളുമുണ്ട്. അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇറാന്റെ വ്യോമസേനയും നാവികസേനയും വളരെ പിന്നിലാണ്. ഇസ്രയേലിന് അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. കൂടാതെ നീണ്ടകാല സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാന്റെ ശേഷിയെ ബാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നേരിട്ട് തുറന്ന യുദ്ധം വന്നാൽ ഇറാൻക്ക് ഒരേ സമയം അമേരിക്കയെയും ഇസ്രയേലിനെയും സൈനികമായി തോൽപ്പിക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഭൂരിഭാഗം സൈനിക വിദഗ്ധരുടെ വിലയിരുത്തൽ. പക്ഷേ ഇതിലൊരു പ്രധാന തിരിവുണ്ട്. ഇറാൻ സാധാരണ നേരിട്ടുള്ള വലിയ യുദ്ധത്തിനേക്കാൾ അസിമെട്രിക് യുദ്ധതന്ത്രമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് പ്രോക്സി ഗ്രൂപ്പുകൾ, ഡ്രോൺ ആക്രമണങ്ങൾ, ഹിറ്റ് ആൻഡ് റൺ രീതികൾ, പ്രാദേശിക സമ്മർദ്ദം തുടങ്ങിയ മാർഗങ്ങൾ. ഈ രീതിയിലുള്ള നീക്കങ്ങളിൽ ഇറാൻ ശക്തമാണ്. അതുകൊണ്ട് യുദ്ധം നീണ്ടുനിൽക്കുന്ന തരത്തിൽ സമ്മർദ്ദം സൃഷ്ടിക്കാൻ ഇറാന് കഴിയും. ഇറാൻ എത്ര നാൾ പിടിച്ചു നിൽക്കുമെന്നത് യുദ്ധത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. പരിമിതമായ ആക്രമണങ്ങളും പ്രോക്സി സംഘർഷവും മാത്രമാണെങ്കിൽ വർഷങ്ങളോളം ഈ അവസ്ഥ നീളാൻ സാധ്യതയുണ്ട്. എന്നാൽ പൂർണ്ണമായ നേരിട്ടുള്ള യുദ്ധമായി മാറുകയാണെങ്കിൽ ഇറാൻക്ക് നീണ്ടുനിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം, പ്രത്യേകിച്ച് അമേരിക്ക മുഴുവൻ സൈനിക ശക്തിയോടെ ഇറങ്ങിയാൽ. ഇറാനെ ആരെങ്കിലും പിന്തുണയ്ക്കുമോ എന്നതും വലിയ ചോദ്യമാണ്. രാഷ്ട്രീയമായും നയതന്ത്രപരമായും ചില രാജ്യങ്ങൾ ഇറാനോട് അനുകൂല നിലപാടെടുക്കാം. റഷ്യയും ചൈനയും ചില വിഷയങ്ങളിൽ ഇറാനെ തുറന്നെതിർക്കാറില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വലിയ രാജ്യം പോലും നേരിട്ട് സൈന്യമയച്ച് ഇറാനെ സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഇതാണ് നിലവിലെ ഏറ്റവും പ്രധാന യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ സംഘർഷം ഉടൻ ലോകമഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പല വിശകലനങ്ങളും പറയുന്നത്.
ഇന്ത്യയുടെ നിലപാടെന്താകും എന്നതും നമുക്ക് പ്രധാനമാണ്. ഇന്ത്യ സാധാരണ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളിൽ നിഷ്പക്ഷം നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ്. സമാധാനം ആവശ്യപ്പെടുകയും സ്ഥിതി ശമിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നതാണ് ഇന്ത്യയുടെ പതിവ് നയം. അതോടൊപ്പം ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ, പ്രത്യേകിച്ച് മലയാളികളുടെ സുരക്ഷ, അണ്ണവിതരണം, വ്യാപാര ബന്ധങ്ങൾ എന്നിവ ഇന്ത്യയുടെ പ്രധാന പരിഗണനയാണ്. ഇന്ത്യ നേരിട്ട് സൈനികമായി ഇടപെടാൻ വളരെ കുറവാണ് സാധ്യത. ഇപ്പോൾ മലയാളികളെ ഇതെങ്ങനെ ബാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാന വിഷയം. നിലവിലെ സ്ഥിതി നോക്കിയാൽ ഗൾഫ് രാജ്യങ്ങളിൽ സാധാരണ ജീവിതവും ജോലികളും തുടരുകയാണ്. വലിയ തോതിലുള്ള ഒഴിപ്പിക്കൽ പ്രഖ്യാപനങ്ങളോ ജോലി നിർത്തലാക്കലുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനാൽ ഇപ്പോൾ പാനിക് ആവേണ്ട സാഹചര്യമില്ല. പക്ഷേ മുൻകരുതൽ എപ്പോഴും നല്ലതാണ്. ഗൾഫിലുള്ളവർ അവരുടെ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യുക, ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക, അഭ്യൂഹങ്ങൾ വിശ്വസിക്കാതിരിക്കുക എന്നിവ ശ്രദ്ധിക്കണം. വേഴ്സ്റ്റ് കേസ് സാഹചര്യത്തിൽ അഥവാ വലിയ മേഖലായുദ്ധം വ്യാപിച്ചാൽ എണ്ണവില കുതിക്കാൻ സാധ്യതയുണ്ട്. ചില മേഖലകളിൽ ജോലി അവസരങ്ങൾ ബാധിക്കാം. വിമാന സർവീസുകൾക്ക് തടസ്സം നേരിടാം. എന്നാൽ വീണ്ടും വ്യക്തമാക്കുന്നു, ഇപ്പോഴത്തെ അവസ്ഥ അത്ര ഗുരുതര ഘട്ടത്തിലെത്തിയിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഖമേനെയിയുടെ മരണവാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പക്ഷേ സംഘർഷം ഇപ്പോഴും പരിമിത ഘട്ടത്തിലാണ്. ഇറാൻക്ക് ചില മേഖലകളിൽ ശക്തിയുണ്ടെങ്കിലും അമേരിക്കയെയും ഇസ്രയേലിനെയും നേരിട്ട് തോൽപ്പിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. വലിയ രാജ്യങ്ങൾ നേരിട്ടിറങ്ങാത്തതിനാൽ വേൾഡ് വാർ 3 സാധ്യത ഇപ്പോൾ കുറഞ്ഞ നിലയിലാണ്. മലയാളികൾ ഇപ്പോൾ പാനിക് ആവേണ്ടതില്ല. പക്ഷേ ജാഗ്രത പാലിച്ച് വിശ്വാസയോഗ്യമായ വാർത്തകൾ മാത്രം പിന്തുടരുക. സ്ഥിതി മാറുന്നുവെങ്കിൽ പുതിയ അപ്ഡേറ്റുകളുമായി